കിച്ചു മോളെ, നീ ഒന്ന് പോയേ, ഒരുപാട് ജോലി ഇരിക്കുന്നു. പ്ലീസ് ഒന്ന് ഞാൻ പറയുന്നത് കേൾക്കൂ. കണ്ണേട്ടൻ്റെ റൂമിൽ പോയാൽ അങ്ങേര് എൻ്റെ ചെവി പൊന്നാക്കും. അതുകൊണ്ടല്ലേ അപ്പച്ചി, ഒന്ന് പോയി എടുത്തു കൊണ്ടുവരുമോ? അപ്പച്ചിക്ക് എൻ്റെ കുട്ടി പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല. ഏതാ നീ പറഞ്ഞ സാധനം? മാഗസിനോ? അപ്പച്ചി, പണ്ട് കണ്ണേട്ടൻ കോളേജിൽ മാഗസിൻ പ്രസൻറ്റ് ചെയ്തില്ലേ, അതാണ്. ഓ എൻ്റെ മോളെ, അതൊക്കെ എത്ര വർഷമായി. ഇപ്പോൾ എവിടെയാണ് എന്തോ. അല്ലേലും ആർക്കും എന്നെ ഇഷ്ടമില്ല. എനിക്കൊരു ആവശ്യം വന്നപ്പോൾ ആരും ഹെൽപ്പിനുമില്ല. ഞാൻ പോവല്ലേ പോവല്ലേ. അപ്പച്ചിയുടെ കുട്ടിക്ക് മാഗസിൻ അല്ലേ വേണ്ടത്. അപ്പച്ചി നോക്കട്ടെ. ഇന്ന് തന്നെ വേണോ എൻ്റെ കുട്ടിക്ക്? ഇത് കണ്ടോ എൻ്റെ കുട്ടി, എൻ്റെ കാല് നോക്കൂ. അയ്യോ അപ്പച്ചി, നന്നായി നീരുണ്ടല്ലോ കാലിൽ. വേദനയുണ്ടോ? ആ പടി കയറിയാൽ ഇനിയും വേദന കൂടും. ഇതാണല്ലേ കാര്യം, മാഗസിൻ നോക്കാൻ ഇത്രയും മടി പറഞ്ഞത്. ഞാൻ കരുതി എന്നോടൊരു സ്നേഹവും ഇല്ലാഞ്ഞിട്ടാണെന്ന്. സാരമില്ല കേട്ടോ, വേഗം മാറിക്കോളൂ. റെസ്റ്റ് എടുക്ക്, ഞാൻ പോയി നോക്കട്ടെ. അങ്ങേര് ബാത്റൂമിലായാൽ മതിയായിരുന്നു. ആ അപ്പച്ചി, കണ്ണേട്ടനോട് വേഗം ഒരു കല്യാണം കഴിക്കാൻ പറയൂ. എന്നാൽ എൻ്റെ അപ്പച്ചിക്ക് ഇത്രയും കഷ്ടപ്പെടാനില്ലല്ലോ. അപ്പച്ചി ഒരു കസേരയിൽ ഇരുന്ന് ഓർഡർ ചെയ്താൽ മതി. മരുമകളെ ഡ്യൂട്ടിയും ഫുള്ളും ചെയ്തോളും. എന്താ അഭിപ്രായം? ഒന്ന് പോ പെണ്ണെ, അവൻ കണ്ടെത്തുന്ന മരുമകളെയും ഞാൻ തന്നെ നോക്കേണ്ടി വരും. നിലത്ത് കിടക്കുന്ന ഒരു പ്ലാവില മലർത്തിയിടാത്ത പെണ്ണ്. എന്താ അപ്പച്ചി, മോൻ ആരെയാ കണ്ടെത്തിയത്? ഒന്നുമില്ല എൻ്റെ കൊച്ചേ, ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. അപ്പച്ചി, ഞാനൊന്ന് പോയി നോക്കട്ടെ. ഉണർന്നിട്ടുണ്ടാവുമോ? എൻ്റെ നിലവിളി കേട്ടാൽ അപ്പച്ചി വയ്യാത്ത കാലാണെന്നൊന്നും ഓർക്കരുത്. ഓടി വരണേ. ഈശ്വരാ, എന്നെ കാത്തോളണേ. മോളെ, എന്താ അപ്പച്ചി, വേഗം പറയൂ. അങ്ങേര് ഉണർന്നു കാണും. സ്റ്റെപ്പ് കയറുമ്പോൾ ശ്രദ്ധിക്കണേ. താഴത്തെ രണ്ടാമത്തെ പടിക്ക് ചെറിയൊരു ഇളക്കമുണ്ട്. അതിൽ ചവിട്ടാതെ മെല്ലെ കയറിയാൽ മതി കേട്ടോ. ആശാരി ചന്തുവിനെ 2 ദിവസമായി അമ്മാവൻ വിളിക്കുന്നുണ്ട്. അവൻ എന്തോ പണിത്തിരക്കിലാണ്. ശ്രദ്ധിച്ചു കയറി ചെല്ല്. 1, 2, ഈ പടിക്കല്ലേ ഇളക്കം? ഇതിന് തന്നെ. ഇതിൽ ചവിട്ടാതെ മെല്ലെ കയറാം. ഹാവൂ, രക്ഷപ്പെട്ടു. ഡോർ ചാരിയിട്ടേ ഉള്ളൂ. മെല്ലെ കയറാം. ബാത്റൂമിൽ സൗണ്ട് ഉണ്ടല്ലോ. ഇപ്പോൾ ഒന്നും വരില്ലായിരിക്കും. അടുക്കും ചിട്ടയിലും ഒതുക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ റൂമായിരുന്നു അത്. പഴയ തറവാടാണെങ്കിലും ആധുനിക രീതിയിലേക്ക് 2 വർഷം മുമ്പ് വീട് പുതുക്കിയെടുത്തിരുന്നു. ആ വീട്ടിൽ ഇപ്പോൾ ഏറ്റവും വലിയ റൂം കണ്ണൻ്റേതാണ്. വലിയൊരു ബെഡ്, ഒരു ചുമരിൽ മുഴുവൻ കബോർഡും, അതിനോട് ചേർന്ന് ആർക്കും പെട്ടെന്ന് മനസ്സിലാവാത്ത രീതിയിലായി ഒരു ഡോറും ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. കബോർഡിനോട് ചേർന്നിട്ടുള്ള ആ ഡോറിൽ കിച്ചു കൈ വെച്ചതും കണ്ണൻ്റെ കൈ കിച്ചുവിൻ്റെ ചെവിയിൽ പിടി വീണു. ഇവളാണ് നമ്മുടെ കഥയിലെ നായിക, കൃഷ്ണേന്ദു എന്ന എല്ലാവരുടെയും കിച്ചു. വയസ്സ് 19 കഴിഞ്ഞു, 20 കടക്കുന്നു. BA ഇംഗ്ലീഷ് ഫൈനൽ ഇയറിൽ പഠിക്കുന്നു. കുടുംബം: ആലിങ്ങൽ തറവാട്. കാരണവർ വിശ്വനാഥൻ പിള്ള, ഭാര്യ ദേവലക്ഷ്മി. ഇവർക്ക് മക്കൾ 3. മൂത്ത മകൻ ഉണ്ണികൃഷ്ണൻ, ഭാര്യ ജാനകി. അവർക്ക് 2 മക്കൾ. മൂത്തവൻ യദു കൃഷ്ണൻ, യദു. രണ്ടാമത്തേത് കൃഷ്ണേന്ദു, കിച്ചു. രണ്ടാമത്തേത് ദേവിക, ഭർത്താവ് ഹരി, മക്കളില്ല. മൂന്നാമത്തേതാണ് ലക്ഷ്മി, ഭർത്താവ് നന്ദൻ, 2 മക്കൾ. മൂത്ത മകൻ പാർവതി, രണ്ടാമത്തേത് യാദവ്, കണ്ണൻ. ഹരിയും ജാനകിയും വിശ്വനാഥൻ്റെ സഹോദരിയുടെ മക്കളാണ്. നന്ദൻ ദേവലക്ഷ്മിയുടെ സഹോദരൻ്റെ മകനും. വിശ്വനാഥൻ്റെ സഹോദരി കമല ഭർത്താവിൻ്റെ നാടായ പാലക്കാടായിരുന്നു താമസം. വലിയ ഭൂമി ഉടമയായിരുന്നു കമലയുടെ ഭർത്താവായ സുദർശനൻ. കൃഷി ചെയ്ത് ജീവിക്കുകയായിരുന്നു അവർ. ഭർത്താവ് സുദർശൻ്റെ മരണശേഷം ചെറിയ മക്കളായിരുന്ന ഹരിയെയും ജാനകിയെയും സഹോദരിയെയും അവിടെ തനിച്ച് വിടാൻ ആഗ്രഹിക്കാതെ വിശ്വനാഥൻ തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പിന്നീട് കമലയുടെ ജീവിതം ഏട്ടൻ്റെയും ഏട്ടത്തി ദേവലക്ഷ്മിയുടെയും ഒപ്പമായിരുന്നു. ഒത്തൊരുമയോടെയുള്ള ജീവിച്ചു കൊണ്ടിരുന്ന സമയത്താണ് കമലയുടെ മരണം. അന്ന് ഹരിക്ക് 23, ജാനകിക്ക് 18 പ്രായം. ഹരിക്ക് അച്ഛനെപ്പോലെ കൃഷിയോടാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ പാലക്കാടുള്ള അവരുടെ കൃഷി നിലത്തിൽ ഇന്നും അവർ കൃഷി ഇറക്കുന്നുണ്ട്. ജാനകിയെ പ്രീ ഡിഗ്രിക്ക് ശേഷം ഉണ്ണികൃഷ്ണനുമായി വിവാഹം നടത്തി. ഉണ്ണികൃഷ്ണൻ ഹരിയേക്കാൾ 4 വയസ്സിന് മുതിർന്നതാണ്. ഉണ്ണികൃഷ്ണനും പഠിത്തം കഴിഞ്ഞ് ഹരിക്കൊപ്പം കൃഷിയും തറവാട് വക ബിസിനസ്സും നോക്കി നടക്കുകയാണ്. ദേവിക ജാനകിയുടെ 1 വയസ്സിന് ഇളയതാണ്. സഹോദരി മക്കളോടുള്ള ഇഷ്ടക്കൂടുതൽ കാരണം വിശ്വനാഥൻ മകളെ ഹരിക്ക് വിവാഹം കഴിപ്പിച്ചു.
അച്ഛൻ്റെ തീരുമാനത്തിൽ മക്കൾക്കും എതിർ അഭിപ്രായമില്ലായിരുന്നു. ഹരിക്കും ദേവികക്കും ഒരു കുഞ്ഞില്ല എന്ന ഒരു സങ്കടം ഒഴിച്ചാൽ ആ തറവാട്ടിൽ എന്നും ആഘോഷമാണ്. ദേവലക്ഷ്മിയുടെ സഹോദരന് 2 മക്കളാണ്, നന്ദനും ഗായത്രിയും. ഇവരുടെ തറവാട് വീടിൻ്റെ അല്പം അകലെ തന്നെയാണ്. നന്ദന് ലക്ഷ്മിയോടുള്ള താല്പര്യം വീട്ടിൽ അറിയിച്ചപ്പോൾ യാതൊരു തടസ്സവും കൂടാതെ തന്നെ അവരുടെ വിവാഹവും നടന്നു. നന്ദൻ ഹരിയുടെ 4 വയസ്സിന് ഇളയതാണ്. ലക്ഷ്മി ദേവികയുടെ 3 വയസ്സിനും ഇളയതാണ്. നന്ദൻ്റെ സഹോദരി ഗായത്രി ഡൽഹിയിൽ ഭർത്താവിനൊപ്പമാണ് താമസം. അവർക്ക് 2 പെൺമക്കളാണ്, അനഘയും ഐശ്വര്യയും. ഇവരെ കുറിച്ച് സന്ദർഭത്തിനനുസരിച്ച് വിശദീകരിക്കാം. നന്ദൻ അടുത്തുള്ള ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററാണ്. ലക്ഷ്മി ഹൗസ് വൈഫും. ഇനി കഥയിലോട്ട് വരാം. ദേ കണ്ണേട്ടാ, ചെവിയിൽ നിന്നും കൈയെടുക്കോ, എനിക്ക് നോവുന്നുണ്ട് കേട്ടോ. എടി കള്ളി, നീ എന്തിനാ എൻ്റെ റൂമിൽ കയറിയത്? ഓ, കക്കാൻ ഇവിടെ നിധി ഇരിക്കുവല്ലേ. സത്യം പറഞ്ഞോ, കണ്ണേട്ടൻ ഈ റൂമിൽ എന്താണ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്? വല്ല ചുറ്റിക്കളിയുമുണ്ടോ? എന്തു ചുറ്റിക്കളി? അല്ല, ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാ കണ്ണേട്ടൻ ഈ റൂം ഇങ്ങനെ അടച്ചിട്ടുള്ളത്? നിനക്കിപ്പോൾ എന്താ വേണ്ടത്? കാര്യം പറഞ്ഞു പോകാൻ നോക്ക്. അതേ കണ്ണേട്ടാ, ഈ റൂം ഒന്ന് കാണിച്ചു തരുമോ? കഴിഞ്ഞ 2 വർഷമായി ഞാൻ അമ്മുവിനോട് ബെറ്റ് ചെയ്ത് തോറ്റുപോകുന്നു. പ്ലീസ്, നല്ല കുട്ടിയല്ലേ, ഒന്ന് കാണിച്ചു തരാമോ പ്ലീസ്? നീയല്ലേ പറഞ്ഞത് എനിക്കെന്തോ ചുറ്റിക്കളി ഉണ്ടെന്ന്. ആദ്യം അത് കണ്ടുപിടിക്ക്, എന്നിട്ട് ആലോചിക്കാം. ചുറ്റിക്കളി കണ്ടുപിടിക്കാനൊന്നുമില്ല, എനിക്കറിയാം. എന്തറിയാം? കണ്ണേട്ടന് അമ്മുവിനോട് ലവ് അല്ലേ? എന്തോന്ന് ലവ്? ആരോട്? അമ്മുവിനോട്. അമ്മുവോ? ആ അതെ, അമ്മു. അതായത് ഇന്ദുലേഖ ശിവശങ്കരൻ എന്ന എൻ്റെ പ്രിയ കൂട്ടുകാരിയും നമ്മുടെ തറവാട്ടിലെ സർവവുമായ ശങ്കരേട്ടൻ്റെ ഒരേ ഒരു മകൾ ഇന്ദുലേഖ. ഡീ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അവൻ ചുറ്റുപാടും നോക്കി. കിട്ടിയ തക്കത്തിൽ കിച്ചു കണ്ണനെ തട്ടി മാറ്റി ഓടി. കിച്ചു നിന്നോ, ഞാൻ എറിഞ്ഞു വീഴ്ത്തു. അവൻ കയ്യിൽ കിട്ടിയ പില്ലോ എടുത്തു. കിച്ചു മുറിയും വിട്ടു സ്റ്റെയർകേഴ്സ് അടുത്തേക്ക് ഓടി. കിച്ചു ഇറങ്ങല്ലേ, സ്റ്റെപ്പിന് ഇളക്കം ഉണ്ട്, നിൽക്ക്. കണ്ണൻ്റെ വിളിച്ചു കൂവലിനൊപ്പം ആ നിലവിളിയും കേട്ടു. ആ അമ്മേ, എൻ്റെ കാല്, എൻ്റെ നടുവൊടിഞ്ഞേ, അയ്യോ. ഈ ഇളകിയ സ്റ്റെപ്പ് മുകളിലല്ലായിരുന്നോ? ഓ, ഓർത്തില്ല. എല്ല് പൊട്ടിയോ എന്തോ. കിച്ചു പിറുപിറുത്തു. എന്താ മോളെ, എന്താ പറ്റിയേ? ലക്ഷ്മി അപ്പച്ചി ഓടിയെത്തി. അപ്പച്ചി, ശവത്തിൽ കുത്താതെ, ഇത് കണ്ടില്ലേ എന്നെ വെട്ടിയിട്ട വാഴ പോലെ കിടക്കുന്നത്? വാണം വിട്ട പോലെ ഓടുവല്ലായിരുന്നോ? കണ്ണൻ താഴേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു. വേണ്ട കേട്ടോ, കണ്ണേട്ടൻ എന്നെ തല്ലുന്ന് കരുതിയല്ലേ ഞാൻ ഓടിയത്. അമ്മേ, അപ്പച്ചി, മാമ, എന്നെ ഒന്ന് പൊക്കിയേ, എനിക്ക് കാല് വേദനിക്കുന്നു. എന്താ ലച്ചു, എന്തു പറ്റി? ആ നന്ദേട്ടാ, കിച്ചു സ്റ്റെപ്പിൽ നിന്ന് വീണതാണ്. ഈ ഇളകിയ പലക മാറ്റാൻ ഞാൻ എന്ന് പറയുന്നു. അമ്മ, ഇത്രയും ദിവസം ഞാൻ ഇതിൽ തന്നെയല്ലേ കയറി ഇറങ്ങിയത്, എനിക്കൊന്നും പറ്റിയില്ലല്ലോ. അപ്പച്ചി, കണ്ണേട്ടനോട് പോകാൻ പറയേ, എനിക്ക് നന്നായി ദേഷ്യം വരുന്നു. എടാ ചക്ക, നീ മോളെ ദേഷ്യം പിടിപ്പിക്കാതെ കുഞ്ഞിനെ ഒന്ന് പൊക്കി ആ കസേരയിലിരുത്ത്. കാലിന് എന്തെങ്കിലും പറ്റിയോ എന്തോ. അമ്മ മാറിക്കേ. കണ്ണൻ മുണ്ടും മടക്കി കുത്തി അവളെ പൊക്കി. ഇത് ഉരൽ വല്ലതുമാണോ കഴിക്കുന്നത്? കാണുന്നത് പോലെയല്ല, മുടിഞ്ഞ വെയിറ്റാണ്. ഓ, 45 കിലോ അല്ലേ വലിയ വെയിറ്റ്. അപ്പച്ചിയുടെ മോൻ വലിയ ജിമ്മിനൊക്കെ പോയി മസിലും കയറ്റിയിട്ട് ഒരു കാര്യവുമില്ല. 45 കിലോ വെയിറ്റ് പോലും പൊക്കാൻ വയ്യ. അമ്മ, ഇതിൻ്റെ വായി അടക്കാൻ പറയേ, ഞാൻ ഇവിടെ ഇടുവേ. ഓ പിന്നെ, വല്ല ചട്ടിയും പാത്രവും അല്ലേ തറയിലിടാൻ. ഒന്ന് പോ ചക്ക. കണ്ണാ, മോളെ ഇതാ ഇവിടെ ഇരുത്ത്. നന്ദൻ ഒരു കസേര നീക്കിയിട്ട് കൊടുത്തു. കണ്ണൻ കിച്ചുവിനെ കസേരയിലേക്ക് ഇരുത്തി. എന്നിട്ട് കണ്ണൻ നിലത്തിരുന്ന് കിച്ചുവിൻ്റെ കാൽ മടിയിൽ കയറ്റി വെച്ചു നോക്കി. കണ്ണൻകാല് ചുവന്ന് കിടക്കുന്നുണ്ട്. കണ്ണൻ ഒളിക്കണ്ണിട്ട് കിച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി. ആള് കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ കണ്ണിൽ വെള്ളവും നിറച്ച് ചുണ്ടും പുളുക്കി കാല് നോക്കിയിരിക്കുകയാണ്. മോനെ, എന്താ പറ്റിയത്? പൊട്ടലോ മറ്റോ ഉണ്ടോ? നന്ദൻ തിരക്കി. അച്ഛാ, ചതവുണ്ടോ എന്ന് സംശയമുണ്ട്. എന്തായാലും ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയി എക്സ്റേ എടുത്ത് നോക്കാം. അതാ നല്ലത്. ലച്ചു, എന്താ നന്ദേട്ടാ?
നീ തറവാട്ടിലേക്കൊന്ന് വിളിച്ച് പറഞ്ഞേക്ക്. മോളെ കാണാഞ്ഞാൽ തിരക്കും. അത് വേണ്ട അച്ഛാ, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകും വഴി അവിടെ ഒന്ന് ഇറങ്ങി പറഞ്ഞിട്ട് പോകാം. വിളിച്ചു പറഞ്ഞാൽ അവർ ടെൻഷനാവും. നേരിട്ട് കണ്ടാൽ പ്രശ്നമില്ലല്ലോ. അപ്പച്ചിയും കൂടെ വാ, എനിക്ക് പേടിയാ. ആ മോളെ, ഞാനൊന്ന് ഈ സാരി മാറ്റട്ടെ, വേഗം വരാം. ലച്ചു, ഞാനൊന്ന് പുറത്തേക്ക് പോവുകയാണ്, അല്പം തിരക്കുണ്ട്. നീ ഡോർ അടച്ചോ. സ്പെയർ കീ ഞാൻ എടുത്തിട്ടുണ്ട്. കാലും നോക്കി കണ്ണും നിറച്ചിരിക്കുന്ന കിച്ചുവിനെ കണ്ടു കണ്ണന് ചിരി വന്നു. ഇപ്പോൾ ചിരിച്ചാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കി അവൻ മെല്ലെ തൻ്റെ മടിയിൽ നിന്നും കിച്ചുവിൻ്റെ കാല് നിലത്തേക്ക് വെക്കാൻ ഒതുങ്ങിയതും ഒരു അലർച്ചയായിരുന്നു. എന്തു പറ്റി, വേദനയുണ്ടോ? അവൻ ആകെ വല്ലാതെ ആയി. മനുഷ്യ, പിന്നെ വേദന ഇല്ലാണ്ടിരിക്കുമോ? എല്ലിന് ചതവുണ്ടെന്നല്ലേ വാദ്യാറായ ഇയാൾ വലിയ ഡോക്ടറായിട്ട് പറഞ്ഞത്. വീണാലെന്താ, നാവിനൊരു കുറവുമില്ല. അവൻ പിറുപിറുത്തു. അപ്പച്ചി. എന്താ മോളെ? ലച്ചു പുറത്തേക്ക് കൊടുക്കുന്ന ഒരു സാരി ഉടുത്ത് വന്നു. എനിക്ക് തണുത്ത വെള്ളം വേണം അപ്പച്ചി. എൻ്റെ കണ്ണാ, നീ എന്ത് നോക്കി നിൽക്കുവാണ്? ആ കൊച്ചിന് കുറച്ച് വെള്ളം എടുത്തു കൊടുക്ക്. ബെസ്റ്റ്. ഇവിടെ നിന്ന് അനങ്ങാൻ സമ്മതിക്കുന്നില്ല. പിന്നെ അല്ലേ വെള്ളം. അമ്മേ, നമുക്കൊരു പണി ചെയ്താലോ? എന്തു പണി? ഈ സാധനത്തിനെ തറവാട്ടിൽ കൊണ്ട് ഇറക്കി മുങ്ങിയാലോ? മുങ്ങേ? നീ എന്താ പറയണത് കണ്ണാ? അല്ല, ഈ വയ്യാവേലി തലയിൽ വെക്കണോ എന്ന് ആലോചിക്കുകയായിരുന്നു. വേണ്ട, ആരും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട. എന്നെ എൻ്റെ വീട്ടിലാക്കി തന്നാൽ മതി. അല്ലെങ്കിലും ആർക്കും എന്നോടൊരു സ്നേഹവുമില്ല. ഇത് കേട്ടതും കണ്ണനും ലച്ചുവും ഉറക്കെ ചിരിച്ചു. കിച്ചു കണ്ണുനീർ തുടച്ച് ചുണ്ടും കൂർപ്പിച്ച് ഇരുന്നു.